അമ്മ ഇപ്പോഴും അമ്മ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണോ? ചില്ലമ്മ, ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ ഇതിന് ഉപ്പുണ്ടോ നോക്കി. കറക്റ്റ് ഉപ്പ് നല്ല. അമ്മ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തോ? നേരത്തെ പാചകം പുറത്തായിരുന്നല്ലോ, ഇപ്പൊ അകത്തേക്കാക്കിയോ? അതിന് കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എനിക്കൊരു നഷ്ടമില്ല. വലിയ വീരവാദം മുഴക്കി ഇതിനകത്ത് ഇനി പാചകം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പോയതല്ലേ. വീണ്ടും ഇതിനകത്ത് പാചകം ചെയ്യുന്നോണ്ട് ചോദിച്ചതാ. ഇതേ ഞങ്ങൾക്കുള്ള ഫുഡാ. സാധാരണ ഞങ്ങളുടെ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോരോ പ്രഹസനം, അല്ലാതെ എന്തു പറയാനാ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഈ അപാര തൊലിക്കട്ടിയാണ്. 2 തവണ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ കടിച്ചു നോക്കി കിടക്കുന്നുണ്ടല്ലോ. സമ്മതിക്കണം. കുഞ്ഞമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? രാവിലെ തന്നെ സ്വന്തം പണി നോക്കിയാ പോരെ. എന്തിനാ വെറുതെ അമ്മയുടെ വിട്ടിട്ട് കയറുന്നത്? നിന്റെ അമ്മ നിനക്ക് വലിയ നന്മവരായിരിക്കും, പക്ഷെ എനിക്ക് വരെ എന്നെ ദ്രോഹിക്കാൻ മാത്രം ജനിച്ച സ്ത്രീയാ. നിങ്ങളോട് എന്ത് ദ്രോഹം എന്റെ അമ്മ ചെയ്തേ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകണമെങ്കിലേ നീ ഒരു മരുമോളാകണം. നിലത്തൊന്നും ആയിരുന്നില്ല നിന്റെ അമ്മ, ഇപ്പൊ പത്തി കുറച്ച് താണിരിക്കുക. എന്ന് വെച്ചാ എനിക്ക് തിരിച്ചു പറയാനും എന്നോട് കാണിച്ചതിനൊക്കെ തിരിച്ചു കാണിക്കാനുള്ള അവസരം അത് ഞാൻ പാഴാക്കില്ല മോളെ. നിന്റെ അമ്മയെ ഞാൻ കുത്തി കുത്തി വേദനിപ്പിക്കും. മാളു, നീ ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. നീ കേട്ടിട്ടില്ലേ, കുരയ്ക്കും പട്ടി കടിക്കില്ല. അത് കുറച്ചു നേരം അവിടെ ഒന്ന് കുരച്ചിട്ട് അങ്ങ് പൊക്കോളൂ. നിങ്ങൾ എന്നെയാണ് ഈ പട്ടീന്ന് ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു ചതി ഞാൻ നായ്ക്കളോട് ചെയ്യില്ല. അത് നന്ദിയുള്ള വർഗ. നിനക്ക് എന്തോന്ന് നന്ദിയടി. കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ, ഇനി പൊക്കോ. 5 വരാന്ന് ഞാൻ കാണിച്ചു തരാം. മാളു, എനിക്ക് മനസ്സിലാകാത്തതേ 2 തവണ. എത്ര തവണയാ? 2 തവണ. ആ, 2 തവണ. ഒന്ന് എന്റെ കയ്യിൽ നിന്നും ഒന്ന് സ്വന്തം കെട്ടിയോന്റെ കയ്യിൽ നിന്നും ചെകിട്ട തട്ടി വാങ്ങിച്ചിട്ട് അത് പിന്നെയും പിന്നെയും വാങ്ങാൻ കാണിക്കുന്ന ഈ തൊലിക്കട്ടി ഉണ്ടല്ലോ, സമ്മതിക്കണം. ഇനി എന്നെ തല്ലി നോക്ക്, അപ്പറിയ എന്റെ തനി സ്വരൂപം. ആ, ഇത് തന്നെയാ ആദ്യം അടി വാങ്ങിച്ചപ്പോഴും നീ പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോ, എപ്പോഴെങ്കിലും ഇതിനൊക്കെ ഒരു അവസരം വരും. അന്ന് ഞാൻ ഇതിനൊക്കെ പലിശ സഹിതം തിരിച്ചു തരും. ആയിക്കോട്ടെ. ഇത് എന്ത് സ്വഭാവം അമ്മ? ഇനി ആ പാവം പിടിച്ച പ്രകാശന് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. കിടന്നുറങ്ങുന്ന നോക്കിയേ. നിങ്ങൾ സുഖമായി കിടന്നുറങ്ങണല്ലേ? രാവിലെ എന്നെ കുറിച്ച് ഉറങ്ങണ നിനക്ക് എന്താ പ്രശ്നം? രണ്ടാളും രാവിലെ തന്നെ തുടങ്ങിയ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂല. നീയും നിന്റെ അച്ഛനെ സുഖമായി കിടന്നുറങ്ങിക്കോ, ഇവിടെ നടക്കുന്നൊന്നും അറിയണ്ടല്ലോ. ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ ഏട്ടത്തിന് എന്റെ മേക്കെട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തേ ഉള്ളൂ, അതിനു മുമ്പേ വാണിയമ്മന്റെ വായന്ന് കെട്ടി നിക്കാണോ? അവർക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നിന്റെ ഇവിടെ ഇത്ര നാള് ജീവിച്ച എനിക്ക് മനസ്സിലായിട്ടില്ല, പിന്നെയാണ് ഏട്ടത്തിക്ക്. നിങ്ങൾ കൂടുതൽ എന്നെ കളിയാക്കല്ലേ. നിങ്ങൾ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലിയത്? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. നിനക്ക് ഇനി അടുത്ത തവണ നോട്ടീസ് അയക്കാം. നിങ്ങൾ പറ, നിങ്ങൾ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ തല്ലിയത്? വേണ്ട വേണ്ടാന്നേ പലവട്ടം ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ നീ താന്ന് പറഞ്ഞ മുന്നിൽ നിൽക്കല്ലേ? എന്ത് വർത്താനാടി നിന്റെ വായിന്ന് വരുന്നേ? എന്റെ ഗേറ്റ് കെട്ടിട്ടാണ് നിന്നെ അടിച്ചത്. ഇനി എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിയാലുണ്ടല്ലോ. അമ്മ പറഞ്ഞത് കേട്ടോ പ്രകാശ? സ്വഭാവം മാറ്റാൻ യാതൊരു തീരുമാനവും ഇല്ലെന്ന്. നിങ്ങൾ എന്നെ അടിച്ചപ്പോ അവരെന്റെ കൺമുന്നിലൂടെ ഇറക്കി വിട്ട സന്തോഷത്തിൽ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. പക്ഷെ ഇനി എന്നെ അടിച്ചാ നിന്റെ അച്ഛൻ അകത്ത് കിടക്കും. അകത്ത് കിടക്കുവോ? ആ, ജയിലില്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏട്ടത്തി എന്നെ എന്തെങ്കിലും പറഞ്ഞ അവരും ജയിലിലാവും. നീ ഏട്ടത്തിയെ ചൊറിയാൻ പോകാണ്ടിരുന്നാ മതി കേട്ടാ. അതൊന്നും പറ്റില്ല, എനിക്ക് അവരെ കാണുമ്പോൾ ചൊറിഞ്ഞു പോകും. എന്നാ നീ ഏട്ടത്തിയുടെ വായിലിരിക്കണ കേക്കും. ഇങ്ങോട്ട് പറയുമ്പോ കേൾക്കാൻ ത്രാണിയില്ലാത്തവരെ അങ്ങോട്ടൊന്നും പറയാൻ പോണ്ട. എന്നാലും ഞാൻ പറയും, ഞാനും വിട്ടുകൊടുക്കില്ല. ഇതെന്തൊരു ജന്മ? ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഒറ്റ പീസേ ഉള്ളൂ. എന്തിനാ കൂടുതൽ ഒരെണ്ണം പോരെ?